You are watching TV Next. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ കാരോട് അല്ലേ, കമ്പിളിക്കോണത്തിന് താഴെ നരിക്കുഴി എന്ന സ്ഥലത്താണ്. അപ്പം ഇവിടെ ഈ സ്ഥലത്ത് കുറേ യങ് വനിതാ സംരംഭകർ ചേർന്ന് ഒരു ഫുഡ് പ്രോഡക്ട്സ് യൂണിറ്റ് നടത്തുകയാണ്. അതിൻ്റെ പേരാണ് ധന്യ ഫുഡ് പ്രോഡക്ട്സ്. ധന്യ ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എത്ര കാലമായി ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്? 7 വർഷത്തിൽ കൂടുതലായി. ഇപ്പോഴാണ് നല്ല രീതിക്ക് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എന്താണ് ഇങ്ങനെ ഒരു ഫുഡ് യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്? അത് ഞങ്ങൾ ഗ്രാമസമൃദ്ധി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അവിടെ വെച്ച് ഇങ്ങനെ ഇതുള്ള ഇന്റർപ്രണേഴ്സിനെ കണ്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കും അതിലോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ വന്നത്. ഇതുമായിട്ട് നേരത്തെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനത്തെ? ഇല്ല. അപ്പോൾ ഇതിനുള്ള ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ട് തന്നെയാണോ? അതെ. അത് RCTയിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മേളകൾ ഇങ്ങനെ ഈ എക്സ്പോർട്ടിങ് ക്ലാസ്സുകളൊക്കെ വരുമല്ലോ, അപ്പൊ അതിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ പ്രചോദനമാണ് ഇതിലോട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മെഷീനറികൾ അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാനുള്ള യൂണിറ്റ് കുറച്ച് അല്ലേ, നമുക്കൊരു ഷെഡ് എല്ലാം വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതോ ഇപ്പോഴാണോ അതൊക്കെ ചെയ്തത്? ചെറിയ രീതിക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ അതിനെ കുറച്ചുകൂടി വിപുലീകരിച്ചെടുത്തതാണ്. ആണ്. ഓക്കെ. ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട്? 7 പേര് ചേർന്നാണ് ഇത് ചെയ്യുന്നത്. എല്ലാ ദിവസവും പ്രൊഡക്ഷൻ ഉണ്ടോ? ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും പ്രൊഡക്ഷൻ ഉണ്ട്. പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങള് മരച്ചിനി പപ്പടത്തിൻ്റെയാണ് മെയിനായിട്ട് ചെയ്യണത്. മരച്ചിനി കൊണ്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട്. വാട്ടുകപ്പ, മരച്ചിനി മാവ്, ചിപ്സ്. അതിൽ തുടങ്ങി ഇപ്പം ഒരു 48 ഐറ്റത്തിലോട്ട് വന്നിട്ടുണ്ട്. 48 ഐറ്റം ഉണ്ടല്ലേ? മരച്ചിനി പപ്പടം, ചൗവരി പപ്പടം, സാദാ ഉഴുന്ന് പപ്പടം, പിന്നെ മരച്ചിനി മാവ്, അവലോസ് പൊടി, വാട്ടുകപ്പ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ. അവലോസ് പൊടിയിൽ 2 ഐറ്റംസ് ഉണ്ട്. കായപ്പൊടി, ജൂട്ട് ബാഗ്, പിന്നെ അച്ചാറുകൾ, വിവിധതരം അച്ചാറുകളുണ്ട്. മുരിങ്ങ ഇലയുടെ പൗഡറുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ ഒരു മാഡത്തിനെ കണ്ട്. മാഡം പറഞ്ഞു അതിന് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ്, അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. മാഡത്തിന് പറഞ്ഞു നാളെ സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ നമുക്ക് നടക്കും, പക്ഷെ അതിപ്പോ സഹായമായിട്ട് വരുന്നുണ്ടോ പ്രൊഡക്ഷൻ വിറ്റഴിക്കുന്നത്? ഇപ്പൊ ഒരുവിധം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ IIMKയുടെ സപ്പോർട്ട് ഉണ്ട്, ഗ്രാമസമൃദ്ധി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഓർഡറുകൾ ഇപ്പൊ ഞാൻ B2B അവരുടെ ഇതിലോട്ട് ചെന്ന് അപ്പൊ അവർക്ക് വരുന്ന ഓർഡേഴ്സ് തരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്ത്? ഹണി മാത്രം ഞങ്ങള് വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്, പ്രോസസ് ചെയ്തെടുക്കുന്നത്. ബാക്കിയെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. പൊടികൾ നിങ്ങൾ തയ്യാറാക്കുന്നുണ്ട്? മല്ലിപ്പൊടി, ദോശപ്പൊടി, മറ്റേ ചമ്മന്തിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി,
മുളക് പൊടി തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്, സാധാ മുളക് പൊടി ഉണ്ട് വരുന്നുണ്ട് അല്ലേ? ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള വാങ്ങി ഞങ്ങൾ കഴുകി ഉണക്കി ഡ്രയറിൽ ഉണക്കി എടുക്കുന്നതാണ്. ഇവിടെ തന്നെയാണ് അത്. പ്ലാസ്റ്റിക് ഇപ്പോൾ ഉപയോഗം നമ്മൾ അനുദിനം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു? അതെ, ഇത് ജൂട്ട് ബാഗാണ്. ജൂട്ട് മെറ്റീരിയൽ തയ്യാറാക്കുന്ന ജൂട്ട് ബാഗുകൾ. ഇത് 2 സൈസ് വരെ, സിബ് ഉള്ളതുകൊണ്ട് സിബ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പല കളേഴ്സിൽ വരുന്നുണ്ട്, പല ഡിസൈനിലും പല കളേഴ്സിലും. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് 250 ഓരോന്നിനും ഓരോ റേറ്റാണ് വരുന്നത്. കളർ മാത്രമല്ലേ? കളർ വ്യത്യാസം വരുന്നുണ്ട്. ഇത് നമ്മുടെ ബിഗ് ഷോപ്പർ ടൈപ്പാണ് വരുന്നത്. ഇതിന്റെ ഒരു കപ്പാസിറ്റി അങ്ങനെ ഉണ്ടോ? എത്രയാണ്? 10 കിലോ. 10 കിലോ. ഇതെല്ലാം അതുപോലെയാണോ? 5 കിലോ ഉള്ളതുണ്ട്, 10 കിലോ ഉള്ളതുണ്ട്, പിന്നെ ചെറിയ ഐറ്റംസ് ഉണ്ട്. ലഞ്ച് ബാഗ് ഉണ്ട് ഇതിന്റെ. നിങ്ങൾക്ക് ക്ലോത്ത് ബാഗുകൾ 2 സൈസ് ക്ലോത്ത് നിന്നാണ് ക്ലോത്ത് ബാഗുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് നിരോധിക്കാൻ വേണ്ടി ഇത് സാധനങ്ങൾ കൊടുക്കാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ബെഡ്ഷീറ്റ് പപ്പടം ആണ് ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റം. ചേച്ചി കൂടുതൽ സെയിലാകുന്നത് അതാണെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അതിന്റെ ഒരു പ്രൊഡക്ഷൻ എത്ര ദിവസമാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? 3 ദിവസമാണ് എൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ഒരു ദിവസം അത് ചെയ്യുന്നത് 2 ദിവസത്തെ ഉണക്കും വരുന്നുണ്ട്. അപ്പോൾ 2 ദിവസം മതിയല്ലേ അത് കിട്ടാനായിട്ട്? ഒരു പാക്കറ്റിൽ എത്ര എണ്ണ ഉദ്ദേശം വരുന്നത്? 15 എണ്ണം. 15 എണ്ണം വരുന്നത്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു വിജയം എന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റാഫുകളാണ്. അവരുടെ ആത്മാർത്ഥതയാണ് ഇപ്പോഴും നമ്മുടെ സ്ഥാപനത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ചേച്ചിയുടെ കൂടെ അകലങ്ങളിലായിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണ്? ആശ, അശ്വതി, ഫ്രീഡം, രജനി. അങ്ങനെ 2 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ലീവിലാണ്. ലളിത, വസന്ത. ഇവരൊക്കെയാണ് കൂടെ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളിലും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.